അസ്സലാമലൈക്കും. അപ്പുസ്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടൊരു ഇതിനൊരു ഡെസർട്ട്, ഒരു ഗുലാബ് ജാമുനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസർട്ടാണ്. അപ്പോൾ നമുക്ക് കടയിൽ നമ്മൾ ശരിക്കുള്ള ഗുലാബ് ജാമിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 ബണ്ണാണ് കേട്ടോ അതിനെടുത്തിരിക്കണം. നമ്മൾ സാധാ കഴിക്കാൻ വാങ്ങിക്കണ ബണ്ണാണ്. ഒരു പാക്കറ്റിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 2 എണ്ണം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ 2 ബണ്ണും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വിരുന്നുകാർ വരുമ്പോഴും അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഗുലാബ് ജാമുനാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ 4 ബണ്ണും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു പിഞ്ച് ഉപ്പ് കേട്ടോ. നമുക്കിതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ ആ ഒരു ഇതിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതേ പാകത്തിൽ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം നമ്മൾ ഒരുപാട് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഞാൻ ആകെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പകുതി ഒഴിച്ചിട്ടാണ് നോക്കിയത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ലൊരു ഡോ ആക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊരു ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരൻ്റെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ഏലക്ക നന്നായിട്ട് കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 2 ഡ്രോപ്പ് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് എസൻസാണ് ഇതിലേക്ക് 2 തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ചട്ടിയിൽ ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോൾസാക്കി ആ ചൂടാകുമ്പോഴേക്കും നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇത് എണ്ണയൊക്കെ ഇടുമ്പോൾ ഡബിൾ സൈസായിട്ട് വരും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ ബോൾസാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത കാരണം ഇത് നന്നായിട്ട് ബൾജ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ഇത്രയും 4 ബണ്ണിൽ നിന്ന് ഒരു 27-28 ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ തീ കൂട്ടിയിട്ട് വെക്കരുത്. നമ്മളെപ്പോഴും തീ നന്നായിട്ട് ചൂടായതിന് ശേഷം നന്നായിട്ട് തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ. അത് ഗോൾഡ് കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഉള്ളിത് വേവാണ്ട് വരും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഇതിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. അതിന് ശേഷം ഞാൻ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ ആ ഒരു പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഗോൾഡ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തീ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. കാരണം നമ്മൾ കൂട്ടിയും കുറച്ചിട്ടിട്ട് വേണം. അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിലൊക്കെ കരിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എല്ലാ ഇതും നമുക്ക് ശരിക്കും അത് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡ് കളറായിട്ടുള്ള നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കണം. അതുപോലെ നമ്മളതിൻ്റെ മിക്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിന് അടിപൊളിയായിട്ടുള്ള ഡെസർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 27-28 എണ്ണം നമുക്കിതിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിന്. ബട്ട് നല്ല ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയിടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ബണ്ണിൽ 4 എണ്ണം ഉണ്ടാവും. ആ ബണ്ണ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാം കേട്ടോ. ഇനി പാൽപ്പൊടി ചേർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാൽ കൊണ്ട് കുഴക്കണതാണ്. അപ്പോൾ പാൽപ്പൊടി ചേർത്തുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ പാൽപ്പൊടി ചേർത്തിയില്ലെങ്കിലും ഈ ഒരു ഗുലാബ് ജാമ് അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ അതാ ഞാനൊരു പിന്നെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നന്നായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കേട്ടോ, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് പഞ്ചസാര നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചെറിയ ചൂട്, നമ്മൾ ആ ഒരു പഞ്ചസാര സിറപ്പ് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ചൂടിൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് അടിപൊളിയായിട്ട് ഇത് കുടിക്കും കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.